केरला के फिल्म स्टार सुरेश गोपी अभी राज्यसभा के मेंबर हैं, चुनाव लड़ रहे हैं लोकसभा का। उन्होंने केवल पब्लिक मीटिंग में आयप्पा नाम ले दिया, इसके ऊपर उनको क्रिटिसाइज किया जाए। तब इन्हें आयप्पा के नाम से भी डर लगता है। ये कैसा चुनाव है भाई, जहाँ जो डिवोटेड गुरु का अपनी बेटी का नाम भी नहीं ले सकते, वो लॉर्ड आयप्पा भी नहीं कह सकते। कैसा चुनाव है मित्रों? ऐसी सरकारों को उखाड़ने का चुनाव एक मौका देता है, एक अवसर देता है। और उन्होंने तो गोलियां चलाई, जेलों में बंद किया। आपको तो कुछ नहीं करना, केवल एक कमल का बटन दबाना है, सबका सफाया हो जाएगा। അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആളെ അറസ്റ്റ് ചെയ്ത് കളയുന്നതാണ്. സ്ഥാനാർത്ഥിയെ അടക്കം അറസ്റ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ വസ്തുത? നമ്മുടെ സംസ്ഥാനത്ത് അയ്യപ്പൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെയും അറസ്റ്റ് ചെയ്തെന്നതാണ് വസ്തുത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുകൾ ലംഘിച്ചും ശബരിമല തുടർച്ചയായി പരസ്യമായി പറയുകയാണ് ബി.ജെ.പി. നേതാക്കൾ. കേരളത്തിലെത്തിയ സുഷമാ സ്വരാജും അല്പം കടത്തിപ്പറഞ്ഞു. ഒടുവിൽ മല കയറുകയാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം? ശബരിമല പ്രചരണ വിഷയമാക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന CPM നേതാക്കൾ പോലും നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണ്? വിശ്വാസികളെ സംരക്ഷിക്കുന്നതാണ് സർക്കാർ നിലപാടെന്ന് പറയേണ്ടി വരുന്നു മുഖ്യമന്ത്രിക്ക്. മറ്റെല്ലാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും കേരളത്തിൽ അപ്രസക്തമാവുകയാണോ? ശബരിമല അവസാന നിമിഷം സജീവമാകുന്നത് ആർക്ക് ഗുണം ചെയ്യും? പ്രതിരോധിക്കാനുള്ള CPM ശ്രമങ്ങൾ വിജയിക്കുമോ? ഇവിടെ UDF ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകും? പ്രൈം ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായോ ഈ അവസാന നിമിഷം എന്നതാണ് പ്രൈം ഡിബേറ്റ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്കും പ്രേക്ഷകർക്കും വോട്ട് രേഖപ്പെടുത്താം. ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായോ? പ്രധാനപ്പെട്ട അതിഥികൾ ചേരുന്നു ഞങ്ങളുടെ സ്റ്റുഡിയോകളിൽ. ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് നേതാവ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, PP ചിത്തരഞ്ജൻ CPM നേതാവ് ആലപ്പുഴയിൽ നിന്ന്, രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്, A സജീവൻ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും, PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ നിന്നും, രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് ചങ്ങനാശ്ശേരിയിൽ നിന്നും, A സജീവൻ മാധ്യമപ്രവർത്തകൻ കോഴിക്കോട്ട് നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ, കഴിഞ്ഞ 2 ദിവസമായി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും ശബരിമല വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മറുപടി പറയേണ്ടി വരുന്നു? അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും പ്രചരണ രംഗത്ത് ശബരിമല സജീവ ചർച്ചയാവുകയാണോ, അല്ലെങ്കിൽ അത് ചർച്ചയാക്കുന്നതിൽ BJP വിജയം കൊയ്തോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തിയപ്പോൾ അദ്ദേഹം ഉന്നയിക്കാതിരുന്ന വിഷയം, അദ്ദേഹം ഇവിടം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി ശബരിമലയെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ശ്രമിച്ചത്. എന്തുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ഒരാൾക്ക് ചേരാത്ത നിലയിൽ പച്ചക്കള്ളം പറയുവാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും കഴിയുന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്ന് സമൂഹത്തിൻ്റെ ആകെ ശ്രദ്ധയിലുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാരണവശാലും മതത്തെയും ജാതിയെയും ദൈവത്തെയും ഒന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചുകൂടാ എന്ന ശക്തമായ മുന്നറിയിപ്പും തീരുമാനവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി തന്നെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് തന്നെ പറയാം, കാരണം മറ്റ് കാര്യങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ശബരിമല എന്ന് പറഞ്ഞാൽ, അയ്യപ്പനെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടുകയാണ് എന്നുള്ള നിലയിലേക്കുള്ള വളരെ വിഷലിപ്തമായ നിലയിലേക്കുള്ള പ്രചരണം നടത്തിയത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുക ചെയ്യുമ്പോൾ അദ്ദേഹം അതിനകത്ത് ലക്ഷ്യം വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ രാഷ്ട്രീയ വിഷയമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുവരുവാൻ തന്നെയുള്ള പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണമെന്ന് കർശനമായി സംസ്ഥാന ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുകയും ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും കേന്ദ്ര സേനയെ വേണമെങ്കിൽ വിട്ടു നൽകാമെന്ന് കേരളത്തോട് അറിയിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, കേരള ഗവൺമെൻറ്റിനെതിരായി, അതോടൊപ്പം തന്നെ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കാൻ, ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി പറയുവാനുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടല്ലോ. ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ചുമതല നിർവഹിച്ച ഗവൺമെൻറ്റിനെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കി എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും പിന്നെ ഹീനമായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാക്കി കൊണ്ടുവരുവാൻ നടത്തിയ പരിശ്രമത്തെ സ്വാഭാവികമായി തുറന്നു കാട്ടുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾ ഒരിക്കൽ പോലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ അല്ലെങ്കിൽ ആചാരവും അനുഷ്ഠാനവും ഇതുമായിട്ടുള്ള ഒരു കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകരുതും എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ ശബരിമലയെ തന്നെ തകർക്കുവാനും കഴിയുന്ന നിലയിലേക്കുള്ള പ്രചാരവില ഉയർന്നു വരുമ്പോൾ അതിന് മറുപടി കൊടുക്കുവാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ വിഷയത്തെ പരാമർശിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അത് ബി ജെ പിയുടെ വിജയമൊന്നുമല്ല, ബി ജെ പിയുടെ പാപ്പരത്വമാണ് തെളിയിക്കുന്നത്. ആദ്യ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും ശബരിമല സംസാരിക്കരുത് എന്ന നിലപാടെടുത്തിരുന്ന CPM അത് സംസാരിക്കേണ്ടി വരുന്നു. അവിടെ BJP ഈ വിഷയം സജീവമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന മറ്റ് പ്രധാന വിഷയങ്ങളും അപ്രസക്തമാവുകയും ശബരിമലയിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യത CPM-ന് എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നില്ലേ? അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തുകയായിരുന്നില്ലേ? ഒരിക്കലും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു അജണ്ടയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്താ? ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോട് കൃത്യമായി പ്രതികരിക്കുക എന്നുള്ളതല്ലേ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ജനങ്ങളോട്. ജനവിരുദ്ധമായിട്ടുള്ള, രാജ്യത്തിന് അപകടകരമായിട്ടുള്ള മോദി ഭരണത്തെ മാറ്റണം, ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണം, രാജ്യത്തൊരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കണം. ഇതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, അതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അതാകെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ പുതിയ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിഷയങ്ങളോട് പ്രതികരിക്കുവാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ മാത്രമല്ല ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയും BJP-യുടെ നേതാക്കന്മാരും ഇപ്പോൾ കർമ്മസമിതിയുടെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ രാജ്യത്ത് ഏറ്റവും വലിയ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിഷലിപ്തമായ നിലയിലേക്കുള്ള പ്രചാരം. ആരാണ് കർമ്മസമിതി? കർമ്മസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ കർമ്മസമിതി എന്ന് പറഞ്ഞ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമല കർമ്മസമിതി എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറല്ലേ, RSS അല്ലേ, BJP-യുടെ പോഷക സംഘടനകളല്ലേ? അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരവേല ആർക്കാ മനസ്സിലാകാത്തത്? അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അജണ്ട നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ആഗ്രഹിക്കുന്നത് അവർക്ക് എപ്പോഴും ദൈവത്തെ മാത്രം കാണിച്ചേ പറ്റൂ. അവർ അയ്യപ്പനെയും രാമനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവരതിൻ്റെ പേരിൽ മാത്രമാണ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളതല്ല. ഞങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ നേരിടുന്ന വെല്ലുവിളി, അപകടം, അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന, അതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അത് ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുകൾ പോലും ലംഘിച്ച് BJP നേതാക്കൾ ഈ ഘട്ടത്തിൽ ശബരിമല പ്രധാന പ്രചരണ വിഷയമാക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല എന്ന സുവർണാവസരം മുതലാക്കുകയാണോ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ഘട്ടത്തിൽ നിങ്ങൾ? ഇവിടെ ശബരിമല സുവർണാവസരം എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഇത് അവതരിപ്പിക്കുന്നതിനപ്പുറത്തുള്ള അടിസ്ഥാനപരമായ ഒരു സമീപനത്തെ നോക്കിക്കാണാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. ഇവിടെ പ്രിയപ്പെട്ട ചിത്തരഞ്ജൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമീപനം വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ പരിശ്രമിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അടിസ്ഥാന സമീപനം എന്ന് പറയുന്നത് മാർക്സിസമാണ്. CPM-ൻ്റെ സമീപനം മാർക്സിസമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം മാർക്സിസമാണ്. അതിനകത്ത് നിരീശ്വരവാദം അടക്കമുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈശ്വരവിശ്വാസത്തിന് വലിയ പ്രസക്തിയില്ലാത്ത പ്രസ്ഥാനമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അവരുടെ പാർട്ടി ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായ സമയത്ത് എടുത്ത തീരുമാനം, ഇപ്പോൾ UDF ഗവൺമെൻറ്, ഇപ്പോൾ ഇവിടെ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, UDF ഗവൺമെൻറ് വന്ന സമയത്ത് അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനമെടുത്തു, അവരൊരു പോളിസി ഉണ്ടാക്കി. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോൾ അവരുടെ കമ്മ്യൂണിസം വ്യത്യസ്തമായതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സമീപനം എന്ന് പറഞ്ഞ് അവർ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു സമീപനം സ്വീകരിച്ചു.
അവിടെ ശബരിമലയിൽ വനിതകളുടെ സമത്വമാണ് പ്രശ്നം, ഈശ്വരവിശ്വാസമല്ല പ്രശ്നം, ആചാരമല്ല പ്രശ്നം. ഇതായിരുന്നു അവരുടെ സമീപനം. ഇപ്പം സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന സമീപനം എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനമാണ്. അതിനകത്ത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള ഭാരതീയ സങ്കല്പത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഈ മോക്ഷം എന്നൊക്കെ പറയുന്നത് ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ അത് മറ്റു പാർട്ടികളും ഒരുപക്ഷെ അല്ല മറ്റു മതങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും എതിരില്ല. അപ്പോൾ ആ മോക്ഷം, അതായത് BJP പ്രവർത്തിക്കുന്നത് ഭാരതീയ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ഈ ഭാരതീയരായിട്ടുള്ള ആളുകളാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസ്ലിമും എല്ലാം ഭാരതീയർ തന്നെയാണ്. അവർ തൽക്കാലം അവിടുന്ന് വിദേശത്തെ മതം ഇവിടെ വന്നപ്പോൾ മാറി എന്നുള്ളതേ ഉള്ളൂ. അവരുമൊക്കെ ഭാരതീയരാണ്. അപ്പോൾ ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഭാരതീയത എന്ന് പറയുന്നതിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഈശ്വരവിശ്വാസത്തിനും ആചാരത്തിനും പ്രസക്തിയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു നിലപാടെടുക്കുന്നു. അവർ അതിൻ്റെ പേരിൽ ഒരു പരിപാടി തന്നെ സംഘടിപ്പിച്ചു. എന്താണ് മതില്? ഈ മതില് ഉണ്ടാക്കിയതാരാ? വിശ്വാസികൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. ഈശ്വരവിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി നവോത്ഥാനത്തിന് BJP എതിരല്ല, RSS അടക്കം സംഘപ്രസ്ഥാനങ്ങളൊന്നും അതിനൊന്നും എതിരല്ല. നവോത്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. പക്ഷേ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ആചാരവും അനാചാരവും നമ്മൾ വ്യത്യസ്തമാണ്. അനാചാരം ഏതാണ് ആചാരം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള സമീപനം സർക്കാരിനും സമൂഹത്തിനുമുണ്ട്. അപ്പോൾ ഇവിടെ അനാചാരമാണ് ശബരിമലയിലേത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പ്രചരണം നടത്തി. ആ പ്രചരണത്തിന് വേണ്ടി ഗവൺമെൻറ് അല്ലല്ലോ ഇവിടെ മതിൽ കെട്ടിയത്. ഇവിടെ നവോത്ഥാനത്തിന് വേണ്ടി പരിപാടി സംഘടിപ്പിച്ചതാരാ? അത് പാർട്ടിയല്ലേ, CPM അല്ലേ? അപ്പോൾ സ്വാഭാവികമായും CPM-ഉം മുഖ്യമന്ത്രിയും ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രചരണം നടത്തി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-ക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെതിരായി പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ലേ? ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ചില ഉദ്യോഗസ്ഥരെ കൊണ്ട് ചിലതൊക്കെ പറയിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഇലക്ഷൻ പ്രചരണത്തിലോ ഒന്നും ഇതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പോൾ അയോധ്യ പ്രശ്നം, ഇപ്പോൾ ലാൽകൃഷ്ണ അഡ്വാനി സോമനാഥിൽ നിന്ന് നടത്തിയ രഥയാത്ര നമുക്കറിയാം. അപ്പോൾ ആ രഥയാത്രയെ തുടർന്നാണ് അവിടെയും ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. അതല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ കാണുന്നത്, ശ്രീരാമൻ്റെ വിശ്വാസികൾ കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞ് അഡ്വാനി രഥയാത്ര നടത്താൻ തയ്യാറായത്. അപ്പോൾ സ്വാഭാവികമായും അതേപോലെ തന്നെ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ, അത് കർണാടകവും തമിഴ്നാട് അടക്കമുള്ള ആന്ധ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ് ശബരിമല സന്നിധാനം. ആ സന്നിധാനത്തെ കളങ്കപ്പെടുത്താൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ ഇപ്പോൾ പറയുന്നത് എന്താ? ഇപ്പോൾ അയ്യപ്പനെ സഖാവാക്കാൻ വേണ്ടിയാണ് പണ്ട് നമ്മുടെ സുധാകരൻ മന്ത്രി, അദ്ദേഹം ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോഴല്ല, ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സഖാവ് ആണ് അയ്യപ്പൻ. അപ്പോൾ ആ ഒരു സങ്കല്പമാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവമൊന്നുമല്ല, അയ്യപ്പൻ എല്ലാവർക്കും. അപ്പോൾ അയ്യപ്പനെ ഈശ്വരനായിട്ട് ആരാധിക്കുന്ന സമൂഹത്തിന് ആ ഈശ്വരനിൽ വിശ്വസിക്കാനും ആ ആരാധനാ സമ്പ്രദായത്തിൽ അത് കാത്തു സൂക്ഷിക്കാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശമുള്ളത് കൊണ്ടാണ് ഈ കേസ് 2006 വന്നപ്പോൾ ഹിന്ദു പ്രസ്ഥാനങ്ങൾ അതിനെതിരായി അന്ന് തന്നെ കക്ഷി ചേർന്നിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ആ കേസിൻ്റെ പ്രാധാന്യം ഘട്ടം ഘട്ടമായി മനസ്സിലാക്കിയ ഹിന്ദു സംഘടനകളൊക്കെ ഒന്നൊന്നായി അതിലേക്ക് അണിചേർന്നു. ആദ്യം അണിചേർന്നത് NSS ആയിരിക്കും, പിന്നെ അതിനുശേഷം ഒട്ടേറെ സംഘടനകൾ അതിൻ്റെ പിന്നിൽ അണിചേർന്നു. അതിലേക്ക് വരാം, ശ്രീരാമകൃഷ്ണൻ, അതിലേക്ക് വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ പ്രധാനമന്ത്രി പോലും ശബരിമല സംസ്ഥാനത്ത് വന്ന് പറയാതെ പറഞ്ഞു പോകുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ചെന്ന് പേരെടുത്ത് പറയുന്നു. അതിന് മറുപടി പറയേണ്ട ബാധ്യത ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ടാകുന്നു. വിശ്വാസികൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ. ഇത്തരത്തിൽ BJP ഈ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച പ്രചരണ തന്ത്രം, അത് ശബരിമല സജീവമാക്കുക എന്ന തന്ത്രത്തിൽ അവർ വിജയിച്ചോ? അതിൽ ആ ഒരു കുരുക്കിൽ CPM കുരുങ്ങുകയാണോ? മറുപടി പറയേണ്ട ബാധ്യത അവർക്ക് എത്തുകയാണോ? ഇനി UDF മുന്നോട്ട് വെക്കുന്ന തന്ത്രം എന്തായിരിക്കും ശബരിമലയെ? UDF വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് ശബരിമലയുടെ കാര്യത്തിൽ. സുപ്രീം കോടതി കേസ് വന്നപ്പോഴും അത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്ത അഫിഡവിറ്റും അതിനുശേഷം വിധി വന്നതിന് ശേഷവും ഞങ്ങളുടെ സ്റ്റാൻഡുണ്ടല്ലോ. ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ഞങ്ങളെപ്പോഴും വിശ്വാസ സമൂഹത്തിനാണ് കൂടാൻ നിൽക്കുന്നത്. BJP ഇത് ഇലക്ഷന് വേണ്ടി അവർ കാണിക്കുന്ന തന്ത്രങ്ങളാണ്. അതല്ലെങ്കിൽ പാർലമെൻറ്റിനകത്ത് ശ്രീ KC വേണുഗോപാൽ ഈ ഇഷ്യൂ പ്രധാനമന്ത്രി ഒന്നും മിണ്ടിയില്ലല്ലോ.
അവരുടെ ലക്ഷ്യം ഇലക്ഷനാണ്. പക്ഷേ ഉള്ള പ്രശ്നം ഇവിടെ വന്നുപെട്ടിരിക്കുന്നത് ഈ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് കൈകൊള്ളുന്നത് CPM-നും LDF-നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിധി വന്ന ഉടനെ തന്നെ കേരളത്തിൽ പോലീസ് ഇല്ലെങ്കിൽ ഞങ്ങൾ സംസ്ഥാനത്ത് പോലീസിനെ വരുത്തിപ്പോലും യുവതികളെ കയറ്റുമെന്ന് പ്രഖ്യാപിച്ച DGP ഉള്ള നാടല്ലേ കേരളം. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ഒരു വടി കൊടുക്കരുത്, BJPക്ക് വടി കൊടുക്കരുത്. പക്ഷെ അന്ന് കേട്ടില്ല. അന്ന് അവോത്ഥാനത്തിൻ്റെ പേരിൽ ഇവർ LDF ധരിച്ചു ഈ വിധി ഉടൻ തന്നെ നടപ്പായി കഴിഞ്ഞാൽ സ്ത്രീ സമത്വം വരും, അങ്ങനെ മെച്ചം കിട്ടും. പക്ഷേ ഇപ്പോഴെന്ത് പറ്റി? ഒരു കാര്യം പറയാം, ഞങ്ങളൊരിക്കലും ഈ ശബരിമല ഇലക്ഷൻ ഇഷ്യൂ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പറയാൻ 100 കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ പോലും എന്തിനാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു കാര്യം, ചെറിയ കാര്യം മാത്രമാണ്. പക്ഷേ കേന്ദ്രം നടത്തിയിട്ടുള്ള 5 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ അതിന് BJP തയ്യാറുണ്ടോ? പ്രധാനമന്ത്രി തയ്യാറല്ലോ. പ്രധാനമന്ത്രി കേരളത്തിൽ മിണ്ടാതെ പോയി പറഞ്ഞ സ്ഥലം എവിടെയാണെന്നറിയോ? ഉടുപ്പി മാംഗ്ലൂർ മേഖലയാണ്. ഈ കഴിഞ്ഞ കർണാടക ഇലക്ഷനിലും ഇതേ കണ്ട അദ്ദേഹം അവിടെ പറ്റിയതാണ്. അങ്ങനെ കുറേ സീറ്റ് അവർക്ക് കിട്ടി. അതുകൊണ്ട് BJPക്ക് എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് അവർ കേരളത്തിൽ ഈ ശബരിമല ഇഷ്യൂ പറയുന്നു. പക്ഷേ അതിന് വളം വെച്ച് കൊടുത്തതും വടിയെടുത്ത് കയ്യിൽ കൊടുത്തതും LDF ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ സജീവൻ, ഇത്തരത്തിൽ ഈ അവസാന നിമിഷം ശബരിമല വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയാണ് കേരളത്തിൽ. പല സർവേകളിലും ശബരിമല ജനങ്ങളെ, വോട്ടർമാരെ സ്വാധീനിക്കില്ല എന്ന് പറയുമ്പോഴും BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും സാധിക്കാത്ത വിധമുള്ള വലിയ മത്സരം പല മണ്ഡലങ്ങളിലും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. 2-3 മണ്ഡലങ്ങളിലെങ്കിലും ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷയിൽ അവർ നിൽക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്തൊക്കെ വിജയിക്കുമെന്ന രീതിയിൽ സർവേകളെല്ലാം പറയുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടാകുന്നു. ശബരിമല തന്നെയാണോ ഇതിന് മുഖ്യ ഘടകമാവുക? ശബരിമല സജീവമാക്കണമെന്നും വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കണമെന്നുള്ള അവരുടെ തന്ത്രം വിജയിച്ചു എന്ന് വേണമോ കരുതാൻ? ശബരിമലയുടെ കാര്യത്തിൽ അവർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അവർക്ക് ഇത്തവണ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ അത് മോദി സർക്കാരിൻ്റെ ഈ വികസന പരിപാടികളോ അല്ലെങ്കിൽ മോദി സർക്കാർ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും നേട്ടമോ കാണിച്ചുകൊണ്ട് കഴിയില്ല. കേരളത്തെ പോലൊരു സ്ഥലത്ത് രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഇത്രയും കാലത്ത് അവരുടെ അനുഭവം വെച്ചുകൊണ്ട് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ 2014 ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ മോദി വരുന്നു. ഇന്ത്യ മുഴുവൻ ഭരിക്കാൻ ഒരു പ്രസ്ഥാനമായിട്ട് BJP മാറുന്നു എന്നൊരു വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം കൊണ്ടുവന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ 2014 BJPക്ക് കുറേ നേട്ടമുണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിന് ആ 5 വർഷത്തെ 2014 മുതൽ 19 വരെയുള്ള 5 വർഷത്തെ കാര്യങ്ങൾ എല്ലാ ആളുകളും പറയുന്നതാണ്. നോട്ട് നിരോധനം മുതൽ GST എല്ലാ കാര്യങ്ങളിലും ഉള്ള പിന്നോട്ടടിക്കൽ. പിന്നീട് അഴിമതിയുടെ കാര്യമായിരുന്നു. അഴിമതിയുടെ കാര്യത്തിൽ നമുക്കറിയാം, റാഫേൽ വന്നതോട് കൂടിയിട്ട് ഇതുവരെ പറഞ്ഞ അഴിമതി മുക്തമായ 5 വർഷം അതിനെ മുഴുവൻ തടയിടുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി ആദ്യം സുപ്രീം കോടതി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത് പുനരന്വേഷണത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി കടുത്ത നിലപാടെടുത്തിരിക്കുന്നു. അതോടെ സുപ്രീം കോടതിയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ വന്നതോടുകൂടിയിട്ട് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് വർഗീയതയാണ്. കേരളത്തിൽ ഈ രാമജന്മഭൂമി പ്രശ്നമോ പശുവോ ഒക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഉത്തരേന്ത്യയിൽ അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാം, പശു പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇതൊക്കെ ഇവിടെ വളരെ രൂക്ഷമായ രൂപത്തിൽ നടക്കുന്നുണ്ട്. ശ്രീരാമക്ഷേത്രം വീണ്ടും പണിയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ വർഗീയത മുഴുവൻ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെ അതിന് ചിത്രം പോലും വെച്ചുകൊണ്ട് ഇതാ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞ് അതിൻ്റെ നേട്ടം ഉത്തരേന്ത്യയിൽ കൊയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വികാരം ഉണർത്താൻ സാധ്യതയുള്ളത് ശബരിമലയാണ്. ആ ശബരിമല പ്രശ്നം എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ രാധാകൃഷ്ണ മേനോൻ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിത് വളരെയാണ് ഇത് ഈ 2006 ഈ കേസ് വന്ന സമയം മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് സത്യത്തിൽ ഈ കേസ് കൊടുത്തതാരാ? പ്രേരണകുമാരി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ആർക്കും അറിയില്ല ആരാണ് കേസ് കൊടുത്തത് എന്നുള്ളത്. യങ് ലോയേഴ്സ് അസോസിയേഷൻ ആരാണെന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയാമല്ലോ. പ്രേരണകുമാരി രണ്ടാമത് രംഗത്ത് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ഇലക്ഷൻ പര്യടനവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇട്ടുകൊണ്ടാണ്. ആ പ്രേരണകുമാരി വേണം. ആ സമയം മുതൽ ഇവർ പറയുന്ന ഭയ്യാജി ജോഷി എന്ന് വിളിക്കുന്ന സുരേഷ് ജോഷി, RSSൻ്റെ രണ്ടാമത്തെ ആൾ, അദ്ദേഹം ഇതിനെ പ്രകീർത്തിച്ചതാണ്. ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കേരളത്തിലെ ഈ RSSൻ്റെ പ്രമുഖനായിട്ട് ഹരി
ഏറ്റവും ഒടുവിൽ ഈ വിധി വന്നതിന് ശേഷം സഞ്ജയൻ, ഇങ്ങനെ എല്ലാ ആളുകളും ഇതിനെ പ്രകീർത്തിച്ചു. പിന്നീട് ഇതൊരു തരത്തിൽ കുറേ ആളുകൾ മറ്റൊരു NSSും ഈ 12 രാജാവും ഈ തന്ത്രിമാരും എല്ലാം കൂടി ഒരു പ്രക്ഷോഭം കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ നേട്ടം കൊയ്യാൻ, ശ്രീരാംപിള്ള പറഞ്ഞ പോലെ നേട്ടം കൊയ്യാൻ വന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം നേരത്തെ പറ കുറേ ഹിന്ദു സംഘടനകൾ രംഗത്ത്, ഏത് ഹിന്ദു സംഘടനയിൽ ഇവർ വന്നിട്ടുണ്ടോ? പിന്നീട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം NSS പറഞ്ഞല്ലോ, സുകുമാരൻ നായർ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് NSS പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനുള്ള ശ്രമമാണ്. അതിന് നേരത്തെ എന്താണ് രാധാകൃഷ്ണ മേനോൻ തന്നെ പറഞ്ഞ പോലെ ഓക്കെ ഇതിൽ CPM വീണു പോകുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം നേരത്തെ ഇതാണ് പ്രശ്നം. CPMന് ആവശ്യമില്ലാത്ത രൂപത്തിൽ അവരിതിൽ ഒരു മറുപടി ചോദിച്ച് മറുപടി അനാവശ്യമായിട്ട് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് ഇതിൽ പ്രശ്നം. സത്യത്തിൽ ഇത് രാഷ്ട്രീയമായിട്ട് അവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ കിട്ടാവുന്ന ആയുധം മുഴുവൻ എടുത്തുകൊണ്ട് അതൊരു തന്ത്രമാക്കിക്കൊണ്ട് ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അതിൽ കുറേയൊക്കെ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ. രാധാകൃഷ്ണ മേനോൻ, സാധാരണ പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഒരു സംസ്ഥാനത്ത് വന്ന് സംസാരിക്കുമ്പോൾ, ഇവിടെ കേരളത്തിലല്ല പുറത്ത് സംസ്ഥാനത്ത് സംസാരിക്കുകയാണെങ്കിൽ പോലും ശബരിമല പോലെ ഒരു പ്രാദേശിക വിഷയം പറയേണ്ട ഒരവസ്ഥ വരിക. സാധാരണ പ്രധാനമന്ത്രിമാരെ പോലെയുള്ള ആൾ സംസാരിക്കേണ്ട ദേശീയ വിഷയങ്ങളാണ്, ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ്, 5 വർഷത്തെ ഭരണത്തിലുള്ള നേട്ടങ്ങളൊക്കെ പറയേണ്ട സാഹചര്യത്തിൽ പോലും ശബരിമല പോലെ ഒരു വിഷയം പരാമർശിക്കേണ്ട സാഹചര്യം വരുന്നു. അത് മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, അതോ നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ റഫേൽ പോലെയുള്ള അഴിമതി വിഷയങ്ങളുണ്ട്, അത്തരം നിരവധി കാര്യങ്ങൾ മോദിക്കും BJPക്കുമെതിരായി കഴിഞ്ഞ കുറേ ദിവസമായി പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്, അത് മറച്ചുവെക്കുക, മറ്റു വികാരങ്ങൾ കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആ വഴിക്ക് തിരിച്ചുവിടുക, അത്തരം ഒരു ബോധ്യത്തിലാണോ പ്രധാനമന്ത്രി പോലും ഇത്തരം വിഷയങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലടക്കം അയ്യപ്പ ഭക്തന്മാരുള്ള കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി പരാമർശിക്കുന്നത്? അല്ല, അങ്ങേക്ക് ശബരിമല ഒരു പ്രാദേശിക വിഷയമാണ് എന്ന ഒരു സങ്കല്പം വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രധാനമന്ത്രി കർണാടകത്തിലും തമിഴ്നാട്ടിലും പോയി ഇത് പറഞ്ഞാൽ അവിടെ പ്രസക്തിയുണ്ട് എന്ന് അങ്ങ് തന്നെ പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊരു കേരളത്തിലെ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഒരു പ്രാദേശിക വിഷയമല്ല. ഈ ഭാരതത്തിൻ്റെ ദേശീയ മുഖ്യധാരയെ സംബന്ധിച്ച് സുപ്രധാനമായ വിഷയം തന്നെയാണ് ഈശ്വരവിശ്വാസവും ആരാധനാക്രമവും. ആ യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടും BJPയും NDAയും ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടുമാണ് ആ ഒരു വിശ്വാസത്തെ, കാരണം ഈ ലോകത്തിൽ ഇപ്പോൾ ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഈ ഈശ്വരവിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സംവിധാനം അത് ഭാരതത്തിലാണ് നിലനിൽക്കുക. ഇപ്പോൾ മറ്റു മതങ്ങളിൽ ഈശ്വരവിശ്വാസമുണ്ട്, പക്ഷേ മറ്റു മതങ്ങളുടെ ആധിക്യം, മറ്റു മതങ്ങൾക്ക് ഇവിടുത്തെ ജനാധിപത്യം, ഇവിടുത്തെ മതേതരത്വം ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ ഒരു വിശ്വാസത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്തേ ഉള്ളൂ. ഏതെങ്കിലും പ്രദേശത്ത് ഈ വിശ്വാസത്തിന് ഭൂരിപക്ഷം ഇല്ലാതെ വന്നാൽ അവിടെ ഈ പറയുന്ന മതേതരത്വം പോലും ഇല്ല, ജനാധിപത്യമില്ല, കൈവെട്ടുകയും കാല് വെട്ടുകയും പലതാ. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആ മതേതരത്വവും ജനാധിപത്യവും ഭാരതത്തിൽ നിലനിർത്താൻ ബാധ്യതയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. അദ്ദേഹം അതിനുവേണ്ടി നിലപാടെടുക്കേണ്ട ആളാണ്. പിന്നെ മറ്റു വിഷയങ്ങൾ ഞങ്ങൾ പരാമർശിക്കുന്നുണ്ട്, ഭരണ നേട്ടങ്ങളാണ് ഞങ്ങൾ മുഖ്യമായും രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഈ അടിസ്ഥാനപരമായി രാജ്യമില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ ഈ രാജ്യത്തിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ല. ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ കൂട്ടായ്മയാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഇപ്പോൾ ആറന്മുളയിലെ എയർപോർട്ട് കൊണ്ടുവരാൻ നോക്കിയതാരാ? ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിവാദമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാ? ഇപ്പോൾ രഹന ഫാത്തിമയ്ക്ക് വണ്ടി പിടിച്ചു കൊടുത്ത്, കാറ് പിടിച്ചു കൊടുത്ത് അവിടെ കൊണ്ടുവന്നവരാരാ? അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? അപ്പം തീർച്ചയായിട്ടും അതിനുവേണ്ടി ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ശക്തികളടക്കം ഇവിടെ ഉണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി, ഇവിടുത്തെ ആരാധനാരീതിയെ തകർക്കാൻ വേണ്ടി, ഈ നാടിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ശക്തികളാണ്. ആ സംസ്കാരത്തെ നിലനിർത്താൻ ബാധ്യതയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പരാമർശിച്ചാൽ അതിലൊരു തെറ്റുമില്ല. അതിൻ്റെ പ്രതിരൂപമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ സംസ്കാരത്തിൻ്റെ പ്രതിരൂപമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇനിയും ഒരു അവസരം കൊടുക്കരുത് എന്ന് ഇവരെല്ലാവരും കൂടെ മഹാഗഡ്ബന്ധൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അവർക്ക് ആരാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അവർക്ക് ഒരു ബദലില്ല. പക്ഷേ അവർ പറയുന്നു ഇത് ഇറക്കി വിട്ടേ പറ്റൂ. എന്താ കാര്യം? കാരണം ഈ നാടിൻ്റെ വിശ്വാസത്തെ തകർത്താൽ മാത്രമേ അവരുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, വിദേശ ശക്തികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണിയാളുകളായ
ഇന്ത്യയിലെ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരുടെ പ്രത്യേക താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുവാൻ വേണ്ടി ഒക്കെ നടത്തുന്ന പരിശ്രമമാണ്. അതിനെ തുറന്നു കാണിക്കുന്ന പ്രചരണം നടത്താൻ ഏറ്റവും വലിയ തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്. ഞങ്ങളുടെ സ്റ്റുഡിയോകളിൽ അതിഥികൾ തുടരുകയാണ്. ഈ വിഷയം CPM പ്രതിരോധത്തിലോ ഒപ്പം BJPയുടെ തന്ത്രം വിജയിച്ചോ, ശബരിമല അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ പ്രചരണ വിഷയമായി മാറുകയാണോ എന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശ്രീ PP ചിത്തരഞ്ജൻ, എന്താണ് CPMന്റെ പ്രതിരോധം? വരും ദിവസങ്ങളിലും ശബരിമല വിഷയവുമായി ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇന്ന് സുഷമ സ്വരാജ് അടക്കം കേരളത്തിൽ വന്നപ്പോൾ വ്യക്തമാക്കിയത്. അവർ അവരുടെ വാക്കുകൾ പറയുകയും ചെയ്തു. BJPക്ക് അനുകൂലമായി, താമരയ്ക്ക് അനുകൂലമായി വിരലമർത്തിയാൽ ശബരിമല വിഷയം ഞങ്ങൾ പരിഹരിക്കും എന്ന രീതിയിൽ. കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഈ വിഷയം പറഞ്ഞ് ചെറിയ തോതിലെങ്കിലും ഓളമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 1-2 മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നു. പത്തനംതിട്ടയിലൊക്കെ വലിയ പ്രതീക്ഷയിലാണ് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് BJP കേന്ദ്രങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഇത് ഇനിയും വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ, ഈ അവസാന ദിവസങ്ങളിൽ CPM ഇതിനോട് പുലർത്താൻ പോകുന്ന സമീപനം എന്തായിരിക്കും? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോൻ മാർക്സിസ്റ്റുകാർ നിരീശ്വരവാദികളാണെന്നും അവർ ശബരിമലയടക്ക തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ അദ്ദേഹം വാചാലമായി ഇവിടെ പറയുന്നത് കേട്ടു. 1957 മുതൽ ഇങ്ങോട്ട് 7ാമത്തെ ഗവൺമെൻറ്റാണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്. ഈ കേരളത്തിൽ ഒരു വിശ്വാസത്തിനെതിരായി, ഒരു ആരാധനാ കേന്ദ്രത്തിനെതിരായി, ഒരു വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ പരിപാടിയല്ല. ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സജീവൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനത് പറയാനിരുന്ന വിഷയമാണ്, അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയത് ആരാണ്? മാർക്സിസ്റ്റുകാരാണോ? ഇടതുപക്ഷക്കാരാണോ? ഇപ്പോൾ BJPയുടെ വനിതാ ലീഗൽ സെല്ലിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ, ചൗക്കിദാർ എന്ന പ്രേരണകുമാരി എന്നുള്ള നിലയിൽ ട്വിറ്ററിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് ശ്രീ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം വീണ്ടുമെന്ന് പറഞ്ഞ് സജീവമായി രംഗത്ത് വന്നിരിക്കുന്ന പ്രേരണകുമാരി അടക്കമുള്ള ആൾക്കാരല്ലേ പോയത്? അതുപോലെ തന്നെ അത് ഈ ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്തവരുടെ പേര് പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ കേരളത്തിൽ ഇപ്പോൾ പത്തനംതിട്ടയെ മത്സരിക്കുന്ന സുരേന്ദ്രനടക്കമുള്ള ആൾക്കാർ വളരെ വ്യക്തമായി ആ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തവരല്ലേ. നമ്മളിത് കണ്ടതല്ലേ. RSSന്റെ നേതാവായ ഫയ്യാജ് ജോഷി മുതൽ ഇങ്ങോട്ട് സുരേന്ദ്രൻ വരെയുള്ളവരെല്ലാം എടുത്ത നിലപാട് നമ്മൾ കണ്ടതല്ലേ. എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ഗവൺമെൻറ് ഇരിക്കുന്ന കാലത്ത് തന്നെയാണല്ലോ ഹൈക്കോടതിയുടെ വിധി വന്നത്. ആ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അത് അതേപടി അംഗീകരിച്ച് നടപ്പിലാക്കാനല്ലേ തയ്യാറായത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ നമ്മൾ പലപ്പോൾ ചർച്ച ചെയ്തു പോയിട്ടുള്ള വിഷയമായതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയല്ല. ഇവിടെ എന്താ BJP ആഗ്രഹിക്കുന്നത്? BJP പറയുന്നു അയ്യപ്പൻ്റെ പേര് പറഞ്ഞവരെ എല്ലാം ജയിലിലാക്കിയാണോ? ലക്ഷക്കണക്കിന് പറഞ്ഞ അയ്യപ്പ ഭക്തന്മാർ അവിടെ വന്നുപോയല്ലോ. അവിടെ ചിത്തിരയാട്ട വിശേഷമടക്കമുള്ള ദിവസം സ്ത്രീകളെ ആക്രമിച്ചതടക്കമുള്ള, അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ഭക്തകളായിട്ടുള്ളവർ അവിടെ പ്രായം പോലും 52 വയസ്സുകാരിയെ പോലും വെറുതെ വിടാതെ അവിടെ നടത്തിയിട്ടുള്ള കലാപങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അവിടെ കലാപങ്ങളും ആക്രമണങ്ങളും നടത്തുവാൻ നേതൃത്വം കൊടുത്തവരുടെ പേരിലല്ലാതെ വേറെ ആരുടെ പേരിലാണ് കേസ് വന്നത്? അവിടെ വന്ന ഒരു ഭക്തന്മാരുടെ പേരിൽ കേസ് വന്നില്ല. അവിടെ ഈ ബോധപൂർവം തന്നെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്തു കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച വേറൊന്നുമല്ല. ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു ഈ ഗവൺമെൻറ് എന്ത് തെറ്റ് ചെയ്തു? സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുവാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനില്ലേ? എന്താ കേന്ദ്ര ഗവൺമെൻറ് ഒക്ടോബർ മാസം 14-ാം തീയതി അയച്ച കത്തെന്താ? കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കത്തിനകത്ത് വളരെ വ്യക്തമായ ആഭ്യന്തര വകുപ്പ് എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം, കേന്ദ്ര പോലീസ് സേനയെ വിട്ടു നൽകാൻ തയ്യാറാണ്, നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം. ഇതല്ലേ മുഖ്യമന്ത്രി പറയേണ്ടി വന്നത്? ഇവിടെ CPMഉം മുഖ്യമന്ത്രിയും ഒന്നും അവരുടെ കെണി വീണതല്ല, വസ്തുത പറയുകയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ മാറി നിന്ന് തെരഞ്ഞെടുപ്പ് വന്ന പശ്ചാത്തലത്തിൽ ഭക്തരെ അല്ലെങ്കിൽ വിശ്വാസികളെ
എങ്ങനെയാണോ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ BJP ഇന്ന് ചെന്നുപെട്ടിരിക്കുന്ന അഗാധമായ പ്രതിസന്ധിയിൽ നിന്നും ജനശ്രദ്ധയെ തിരിച്ചുവിടുവാൻ വേണ്ടി മാത്രമാണ് ഈ കാർഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്. സുപ്രീം കോടതി ഇവിടെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ റോൾ എന്താണ്? ശബരിമലയിൽ ഇത്തരത്തിലൊരു കോടതി വിധി വന്നപ്പോൾ അത് നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച സർക്കാരിന്റെ നടപടിയെ, അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് BJP പറയുന്നത്. തങ്ങളുടെ നേതാക്കൾ ഒരുപാട് പേർ നിരവധി കേസുകളിൽ പ്രതികളാണ്. അപ്പോൾ തങ്ങളുടെ പ്രവർത്തകരാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. സർവേകൾ UDFന് അനുകൂലമായി പറയുന്നു. 14-15 സീറ്റുകളൊക്കെ പറയുമ്പോൾ ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കുകയാണ് കോൺഗ്രസ് എങ്കിൽ അത് മണ്ണുചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥയാകുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പലപ്പോഴും നിശബ്ദമായി നിന്നുകൊണ്ട് കോൺഗ്രസ് പല കാര്യങ്ങളും ശബരിമലയിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ BJPക്കല്ലേ നേട്ടമുണ്ടാകേണ്ടത്? BJP അല്ലേ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടത് എന്നാണ് നേതാക്കൾ ചോദിക്കുന്നത്. BJP എങ്ങനെ ഇടപെട്ടെന്നാണ് പറയുന്നത്? അടിയും ബഹളം ഉണ്ടാക്കാൻ പോയോ? BJP ഈ കേസ് സുപ്രീം നടക്കുമ്പോഴേക്കും അവർ എന്താ സ്റ്റാൻഡ്? NSS ഒഴിച്ച് ബാക്കി ഏത് സംഘടന അവിടെ പോയിട്ടുണ്ട് ഈ കേസിൽ കക്ഷി ചേരാനായിട്ട്? ഇപ്പോഴും കക്ഷി ചേരാനായിട്ടല്ലോ, റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ പോയിട്ടില്ല. NSS ആണ് ഈ കാര്യത്തിൽ അവർ വളരെ കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡാണ് അവർക്കുള്ളത്. അന്നും ഇന്നും അവിടെ ഒരു സ്റ്റാൻഡ് കറക്റ്റാണ്. അവിടെ ഈ ഏജ് ഗ്രൂപ്പുള്ള ശരിയല്ല ഞങ്ങളുടെ ആചാരം. ഞങ്ങൾ അവിടെ നിന്നത്, അവിടെ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തത്. ഈ CPMന് പറ്റിയ പറ്റെന്താ? ഈ വിധി വന്ന ഉടനെ തന്നെ ചാടിക്കേറി നടപ്പാക്കാൻ. ഞാൻ ചോദിക്കട്ടെ, എത്രയോ സുപ്രീം കോടതി വിധിയിൽ ആരാ പരാതിപ്പെടേണ്ടത്? ഏതെങ്കിലും യഥാർത്ഥ വനിത പോയേ അവർക്ക് കയറാൻ പറ്റുന്നപ്പോൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. അതിന് പകരം ഇവരെന്താ ചെയ്തത്? നമ്മുടെ DGP ഒക്കെ പറഞ്ഞ കൊണ്ടുവരും, പോലീസിനെ കൊണ്ടുവരും. ഇവിടെ വനിതാ പോലീസില്ല. മാത്രമല്ല വനിതാ പോലീസിൻ്റെ അകത്ത് ഏജ് വരെ നോക്കിയില്ല ഇവർ. അപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒരു സുപ്രീം കോടതി വിധി അന്ന് നടപ്പാക്കാൻ പറഞ്ഞ ആരെങ്കിലല്ലോ. അതിന് പകരം ഇവർ വളരെ ആവേശം കാണിച്ച് നവോത്ഥാനത്തിൻ്റെ വക്താവായി കേരളത്തിൽ അടുത്ത നവോത്ഥാന നായകനാകാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ച ശ്രമത്തിൻ്റെ പോയി വീഴ്ചയാണ്. ഞങ്ങൾക്ക് സ്റ്റാൻഡുണ്ട്, ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്ക്. ഞങ്ങൾ എന്നും അത് വിശ്വാസികളൊപ്പമാണ്. ഞങ്ങൾ സുപ്രീം നിയമപരമായി ഞങ്ങൾ നേരിടുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ വളരെ പറഞ്ഞു വീണ്ടും കേരളത്തിൽ UDF വന്നാൽ ഞങ്ങൾ ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഞങ്ങൾ നിയമപരമായി നടത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു. BJP ഇപ്പോഴും പറഞ്ഞിട്ടില്ല. BJPക്ക് വേണ്ട രാഷ്ട്രീയ നേട്ടമാണ്. ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു കരുവായി ദൗർഭാഗ്യവശാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മുടെ മുഖ്യമന്ത്രി വീണുപോയി. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഇക്കാര്യത്തിലുണ്ട്. BJPക്ക് ഇതിൽ മെച്ചം കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വാസികൾക്കറിയാം ഇത് തൽക്കാലം രക്ഷ കിട്ടാൻ വേണ്ടി അടിപിടിയും ബഹളം അല്ലല്ലോ എൻ്റെ തീരുമാനം. അടിയും ബഹളം ഉണ്ടാക്കിയാൽ, സുരേന്ദ്രൻ ബഹളം ഉണ്ടാക്കിയാൽ സുപ്രീം വിധി മാറുമോ? സുപ്രീം കോടതിയിൽ നല്ല വക്കീലുമാരെ വെച്ച് വാദിക്കണം. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും പറയുന്നു, ഈ റിവ്യൂ പെറ്റീഷനിലും നിലപാടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും UP വന്നാൽ ഞങ്ങൾ നിയമപരമായി നടത്തും. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതുകൊണ്ടാണ് സർവേയിൽ കേരളത്തിൽ UDFന് മെച്ചം കിട്ടുമെന്ന് പറയാൻ കാരണം അതാണ്. ശ്രീ A. സജീവൻ, ഇത്തരത്തിൽ ഈ ശബരിമലയിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള BJPയുടെ ശ്രമം വിജയം കാണുമോ? നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിൽ ഒരു O. രാജഗോപാലിനെ ഒഴിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ 1-2 പേരെ ഒഴിച്ച് ഒരു സ്ഥാനാർത്ഥിയെയും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ പരിചയമുള്ളതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. 7-8 മണ്ഡലങ്ങളിലെങ്കിലും വലിയ മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നു. K. സുരേന്ദ്രനും ഒപ്പം കുമ്മനം രാജശേഖരനും ഒക്കെ വലിയ തോതിൽ വിജയപ്രതീക്ഷ സർവേയിലടക്കം ഉണ്ടാകുമെന്ന് പറയുന്നു. അതൊക്കെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സമരത്തിൻ്റെ പരിണിത ഫലമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത്തരത്തിൽ ശബരിമല അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിജയത്തിലെത്തിക്കാൻ കേരളത്തിൽ അവർക്ക് സാധിക്കുമോ? അല്ലാതെ ഇനിയുള്ള ദിവസങ്ങളിൽ പോലും UDFും LDFും എങ്ങനെയാണിത് കൈകാര്യം ചെയ്യുന്നതെന്നതിനനുസരിച്ചിരിക്കും. കാരണം ഈ ഒരു സംഭവത്തെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലൊരു കുതന്ത്രമുണ്ട്, ഇതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടെ UDFനോ LDFനോ കഴിഞ്ഞില്ല. LDF കുറേ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോലും ചിത്തരഞ്ജൻ പറഞ്ഞു അവർ ചെയ്യാൻ. പക്ഷേ ഇത് ശരിയായ രൂപത്തിൽ ഇതിൻ്റെ ഈ കേസ് കൊണ്ടുവന്നത് മുതൽ ഈ കേസിന് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വേണമെന്നുള്ള ശാഠ്യം പിടിച്ച, അതായത് ആ കർക്കശമായ നിലപാടെടുത്തത് മുതൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന പാർട്ടി
അല്ലെങ്കിൽ ഒരു സംഘപരിവാറിൻ്റെ മൊത്തം എല്ലാ പരിവാറും ഇവരെല്ലാവരും ഇത്. പക്ഷേ പിന്നീട് കേസ് മാറിയ സമയത്ത്, കേസ് വിധി വന്ന സമയത്ത് ഇവർ മലക്കം പറഞ്ഞു. അത് കാണിച്ചു, അത് ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ ഇവരുടെ ലക്ഷ്യം, ഇവർ ശരിയായിട്ടുള്ള താല്പര്യമല്ല എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രചരണം ഇതിൻ്റെ ഭാഗത്തുണ്ടാവുന്നില്ല. ഇവിടെ പലപ്പോഴും ഇപ്പോൾ UDF പറയും, ഇപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഇവിടെ പറഞ്ഞതെന്താ, ഞങ്ങൾ ഇതിൻ്റെ വിശ്വാസികളുടെ ഭാഗത്താണ്. അതല്ലല്ലോ, ഇവർ പറയേണ്ട കാര്യം BJP ഈ കേസ് ആര് കൊണ്ടുവന്നു, ഈ കേസ് ഇത്രയും 12 വർഷക്കാലം ഈ കേസ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിനെതിരായിട്ടാണ് BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മൊത്തമായിട്ട് ഏതെങ്കിലും ഒരു പരിവാർ സംഘടന അവർ ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ, ഹിന്ദു വികാരം വ്രണപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെതിരെ കക്ഷി ചേർന്നില്ല? അത് ഇവരെ ചോദിക്കുന്നില്ല. ഇത് കർക്കശമായിട്ട് കേരളം മുഴുവൻ, ഇല്ലെങ്കിൽ ദക്ഷിണേന്ത്യ മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ തന്നെ പ്രചരിപ്പിക്കാനായിട്ട് ഇവർ കച്ച കെട്ടിയിറങ്ങിയാൽ എക്സ്പോസ് ചെയ്യപ്പെടും. ഇവിടെ ആകെ ഈ BJPയുടെ ഈ കുതന്ത്രം അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ കുതന്ത്രം ആകെ എക്സ്പോസ് ചെയ്തത് അറിയാതെ ഈ സെൽഫ് ഗോൾ അടിക്കാന്ന് പറയില്ലേ, ആ സെൽഫ് ഗോൾ അടിച്ചത് ശ്രീധരൻപിള്ളയാണ്. യുവമോർച്ചയുടെ സമ്മേളനത്തിൽ അദ്ദേഹം വന്നിട്ട് ഇത് പറഞ്ഞു, നമ്മളുണ്ടാക്കിയ അജണ്ട, നമ്മൾ വരച്ച വര എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അത് പുറത്തു വന്നപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിനെ തന്ത്രപരമായിട്ട് മാറ്റാൻ ഞങ്ങൾ ഈ പ്രേരണാകുമാരി ആരാണ് എന്ന് ഇപ്പോഴും രാധാകൃഷ്ണ മേനോൻ ഉൾപ്പെടെ പറയുന്നില്ല. ഇതെന്തിനാണ് പ്രേരണാകുമാരിയെ ആ ഹർജി പിൻവലിക്കാൻ, അല്ലെങ്കിൽ ഈ യങ് ലോയേഴ്സ് ഫോറത്തിലെ ആളുകളെ ഇത് ഹർജി പിൻവലിക്കാൻ എന്തുകൊണ്ട് ഇവർ സമ്മർദ്ദം ചെലുത്തിയില്ല? NSS ആവശ്യപ്പെടുത്തല്ലേ വിധി വന്നതിന് ശേഷം. ഇപ്പോഴാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഈ തീയതി പ്രഖ്യാപിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് എപ്പോഴും കേന്ദ്ര സർക്കാരിന് ഇതിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താമായിരുന്നു. ഇതൊന്നും ചെയ്തില്ലല്ലോ. ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ജയിപ്പിച്ചാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നാൽ ഞങ്ങൾ ജയിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നില്ല? രാധാകൃഷ്ണ മേനോൻ, ശബരിമലയുടെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? ഈ കേസിന്റെ അതിന്റെ നാൾ വഴികളിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി നൽകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, അതിൽ കക്ഷി ചേരാൻ നിങ്ങൾക്കായില്ല. നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ 6 മാസമെങ്കിലും അതിനുശേഷം നിങ്ങൾ മോദി സർക്കാർ ഭരണത്തിലുണ്ടായിരുന്നല്ലോ. ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ആലോചനയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇപ്പോൾ ഒടുവിൽ പ്രകടന പത്രികയിൽ പറയുന്നു ഞങ്ങൾ വിശ്വാസ സംരക്ഷണ നടപടിയെടുക്കുമെന്ന്. അതെങ്ങനെ വോട്ടർമാരെ ബോധിപ്പിക്കാനാകും? ഒരുപാട് അവസരം ലഭിച്ചിട്ടും അതിൽ നടപടിയെടുക്കാതെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ NSS പോലെ ഒരു സംഘടന ഈ സമരം ഏറ്റെടുക്കുന്നു എന്നറിയുമ്പോൾ, അവിടെ വലിയ ജനപങ്കാളിത്തമുണ്ടോ എന്നറിയുമ്പോൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കാൻ സജ്ജമായ ഒരു സംഘടനയ്ക്ക് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യമുയരുന്നത്. അല്ല, ഇവിടെ നേരത്തെ സജീവൻ പ്രേരണകുമാരിയെ പറ്റിയും സുരേന്ദ്രനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ പ്രേരണകുമാരി ഇപ്പോൾ ചൗക്കീദാർ പ്രേരണകുമാരി ആയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് പ്രേരണകുമാരി CPM നേതൃത്വം കൊടുക്കുന്ന യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിരുന്ന കാലത്താണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതിന്റെ നേതൃത്വം ഒരു ഇബ്രാഹിമിനായിരുന്നു. അപ്പോൾ അവരുടെ അനുസരിച്ച് ആ കാലത്ത് കേസ് അതിനുശേഷം അല്ലല്ല അത് ബന്ധമുണ്ട്. നിങ്ങൾ അത് അതിനെപ്പറ്റി പരിശോധിച്ചിട്ട് പറ. അത് ദേശീയ തലത്തിൽ ആ സംഘടന ഡയറക്റ്റ് എന്ന് പറയുന്നില്ല. BJPയുമായിട്ട് ബന്ധമില്ലല്ലോ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി കേസ് താങ്കൾക്ക് കൃത്യമായ സമയം മറുപടി നൽകുന്നത് നൽകാം. നിങ്ങൾ അത് കഴിഞ്ഞ് പറയൂ. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാമല്ലോ. ഞാൻ ആരുടെയും ഇടയ്ക്ക് കയറി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആ കേസിന് ഇടയാക്കിയ അതിന്റെ ഉത്ഭവം അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ലീഗൽ സംഘടനയുടെ ഭാഗത്തു നിന്നാണ്. അതിൻ്റെ ഭാഗമായിരുന്ന പ്രേരണകുമാരിക്ക് ഇപ്പോൾ ശബരിമല ശാസ്താവിൻ്റെ വെളിപാടുണ്ടായി, അവരുടെ നിലപാട് മാറ്റി. ഇപ്പോൾ ചൗക്കീദാർ പ്രേരണകുമാരി ആയെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ആ നിലയിൽ, കാരണം ഞാനതാ പറഞ്ഞത്, ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി, ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി, ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുടെ അടിസ്ഥാന സമീപനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്.
അപ്പോൾ ആ BJPയുടെ അടിസ്ഥാന സമീപനത്തിൽ ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനിയുടെ വിശ്വാസവും ഹിന്ദുവിൻ്റെ വിശ്വാസവും മുസ്ലിമിൻ്റെ വിശ്വാസവും എല്ലാ വിശ്വാസവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സമീപനം BJP സ്വീകരിക്കുമ്പോൾ അതിന് വേറെ വ്യാഖ്യാനത്തിന് അത് ഏതെങ്കിലും വ്യക്തി വ്യത്യസ്തമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഘടനയുടെ നിലപാടല്ല. അപ്പോൾ സംഘടനയുടെ നിലപാട് ഇപ്പോൾ കൃത്യമായി വന്നിട്ടുണ്ട്, ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഘടനയുടെ നിലപാട് ഭാവിയിൽ നടപ്പാവാനും പോവുകയാണ്. അതുകൊണ്ടാണ് സംഘടന പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞോ? കോൺഗ്രസിന് തൻ്റെ ഇടമുണ്ടോ അത് പറയാൻ? ഇപ്പോൾ നടപ്പാക്കുമെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞല്ലോ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് നിങ്ങളത് പച്ചയായി പറയാത്തത്? നിങ്ങൾക്ക് ശബരിമല വിശ്വാസികളോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കാർ വന്നാൽ ഇത് നടപ്പാക്കുമെന്ന് പറയാൻ തയ്യാറല്ല. ഒന്ന്. രണ്ട്, നിങ്ങളവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, രഹന ഫാത്തിമ അടക്കമുള്ള ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളെ, ചുംബന സമര നായികമാരെ, അവരെയൊക്കെ വിളിച്ച് ആർത്തവം നടത്തുന്നവരെ അവരെയെല്ലാം വിളിച്ച് ക്യൂ നിർത്തി ശബരിമലയ്ക്ക് കൊണ്ടുപോവുക. എന്തിനാ? ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ തച്ച് തകർക്കാൻ, അവരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്താൻ, അതിനെ തടയാൻ, അതിനെതിരെ സമരം നടത്താൻ അതിന് കോൺഗ്രസിന് സമയമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് അതിനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസികൾക്ക് വേണ്ടി മെയ്യനങ്ങി വേർപ്പൊഴുക്കി നിലപാടെടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. തീർച്ചയായും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. അതിനു മുൻപ് ചിത്രരഞ്ജൻ മറുപടി. അല്ല, ബഹുമാനപ്പെട്ട ശ്രീ മേനോൻ സാർ ഇവിടെ പറഞ്ഞല്ലോ, ഈ യങ് ലോയേഴ്സിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ എത്രയോ നാള് ഈ ശബരിമല വിഷയത്തിൻ്റെ സന്നിധ്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കേസുമായി പോയിട്ടുള്ള 3 പേരും BJPയും സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള വക്കീലന്മാരാണെന്നുള്ള കാര്യം പകൽ പോലെ വെളിച്ചത്ത് വന്നതല്ലേ. അതിപ്പോൾ ഏറ്റവും അവസാനമാകുമ്പോൾ ഈ ചൗക്കിദാർ പ്രേരണകുമാരി എന്നുള്ള നിലയിലേക്ക് അവരവരുടെ ട്വിറ്ററിലൂടെ അവർ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് അവർ കുറച്ചുകൂടെ പ്രസിദ്ധയായത്. എന്ന് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ ഘട്ടത്തിലും ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നിലപാടിനകത്ത് മലക്കം പറിച്ചിട്ടുണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവരുടെ നേതാക്കന്മാരടക്കം ഇത് വേണം, സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാകണം എന്ന ശക്തമായ വാദം ഉന്നയിച്ചിട്ടുള്ളതല്ലേ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇവരിവിടെ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ സ്ത്രീകളെ എങ്ങനെയെങ്കിലും അവിടെ പ്രവേശിപ്പിച്ചേ പറ്റൂ എന്നൊരു വാശിയോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോ ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പിന്തുണയുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കുറേ സ്ത്രീകളെ ഞങ്ങളെ കൊണ്ട് കയറ്റിയാൽ പോരെ. ഞങ്ങളതിലൊന്നും പോയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുള്ള ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവിടെ വരുന്ന 10-ഓ 50-ഓ എന്നുള്ള വ്യത്യാസമില്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ള വിധി വന്നു കഴിഞ്ഞപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കുന്നതിന് ഗവൺമെൻറ്റിനെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടപെടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ഇടപെടലുകളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം BJP ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ നടത്തിയിട്ടുള്ള BJPയുടെ കലാപം നിങ്ങൾ മനസ്സിലാക്കണം. ശബരിമലയിൽ ആരും നേർച്ചയിടരുത്, കാരണം നേർച്ചയിട്ടാൽ അവിടെ വരുമാനം കൂടും. നിങ്ങൾ ഓർക്കുന്നില്ലേ? ശശികല ടീച്ചർ അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞില്ലേ? BJPയുടെ നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ 10-70 കോടി രൂപയുടെ കുറവുണ്ടായില്ലേ? ആ കുറവ് ഭക്തജനങ്ങൾ അവിടെ അത്രയും കാണിക്കവെങ്കിൽ കുറവ് വന്നെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഈ ബഡ്ജറ്റിൽ 100 കോടി രൂപയാണ് ശബരിമലയ്ക്ക് വേണ്ടി ഗവൺമെൻറ് മാറ്റിവെക്കാൻ തയ്യാറായത്. ഞങ്ങളിവിടെ ആക്ഷേപിച്ചല്ലോ, നിരീശ്വരവാദികളാണ്, ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ തിരുപ്പതി മോഡലിൽ തന്നെയുള്ള അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾക്കടക്കം ഏകദേശം ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത നിലയിൽ 783 കോടി രൂപയാണ് BJP ഇത് വലിയൊരു പ്രചരണ വിഷയമായി കൊണ്ടുവരും. നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ ഇത് വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാകും. അല്ലെങ്കിൽ BJP ഉയർത്തിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത് പ്രതിരോധിക്കുന്നതിൽ UDF അടക്കമുള്ള കക്ഷികൾക്ക് പരാജയം സംഭവിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇത്രയധികം പ്രധാന വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു വരില്ല എന്ന് പ്രതീക്ഷിച്ചില്ലേ? എവിടെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പിഴവ് പറ്റിയത്? ഞങ്ങൾക്ക് പിഴവൊന്നും പറ്റിയിട്ടില്ല. ഒരു കാര്യം പറയാം, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രചരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോഡിയുടെയും വർഗീയവൽക്കരണത്തിനെതിരായും അതുപോലെ ഗവൺമെൻറ് ഫെയിലിയറാണ്. രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ ഇവിടെ തല്ലികൊള്ളാൻ പോയെന്ന്. ഞാൻ ചോദിക്കട്ടെ രാധാകൃഷ്ണൻ, സുപ്രീം കോടതി വിധി വന്നപ്പോഴേക്കും ആ വിധി നിങ്ങളുടെ തല്ലുകൊണ്ട് മാറ്റാൻ പറ്റുമോ? അതിന് നല്ല വക്കീൽ വെച്ച് കോടതി വാദിക്കണം. നിങ്ങളതിന് തയ്യാറല്ല.
നിങ്ങളുടെ ലക്ഷ്യം വേറെയാ. നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടാൻ ഒരു സീറ്റിന് വേണ്ടി നടക്കുന്നു. ഞങ്ങളുടെ കൺസിസ്റ്റന്റ് സ്റ്റാൻഡാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് നല്ല വക്കീലുമാരെ ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, ഞങ്ങൾ വാദിച്ചു. നിങ്ങളുടെ ലക്ഷ്യം അതല്ലല്ലോ. നിങ്ങൾക്ക് തല്ലിപിടുത്തം നിങ്ങൾ വെള്ളം ഉണ്ടാക്കിയ വിധി മാറ്റാൻ പറ്റുമോ? കേരളത്തിൽ BJP ഉദ്ദേശിക്കുന്ന ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു കാര്യമില്ലാത്ത ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങള് ഉച്ചക്ക് നല്ല കാര്യം ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. മിസ്റ്റർ മേനോൻ രാധാകൃഷ്ണൻ ചെയ്യേണ്ടത് 5 കൊല്ലത്തെ നേട്ടം പറഞ്ഞ ഇലക്ഷനിലേക്ക് പോവാ. അത് നിങ്ങൾക്ക് തയ്യാറുണ്ടോ? അതിന് പ്രധാനം തയ്യാറുണ്ടോ? അതിന് പകരം ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വർഗീയത പറയുക, ഹിന്ദുത്വം പറയുക, അത് കേരള ജനങ്ങൾ പുച്ഛിച്ചാളുന്ന സംശയമൊന്നുമില്ല എനിക്ക്. ശ്രീ സജീവൻ, അവസാനമായി നമുക്ക് 2 മിനിറ്റ് മാത്രമാണ്. താങ്കൾക്കിന്ന് ഇതിനൊക്കെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. BJPയുടെ പ്രകടനപത്രികയെ കുറിച്ചാണ് പറയാനുള്ളത്. അവർ പറയുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് അവരുടെ പ്രകടന പത്രികയിൽ ഈ ശബരിമല പ്രശ്നം ഉന്നയിച്ചില്ല? ഞങ്ങൾ വന്നാൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം തടയും, അല്ലെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ തടയുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പറയുന്നു? 6 മാസം കിട്ടിയിട്ട് ഒരു നിയമനിർമ്മാണം നടത്താൻ അതിനിടയിൽ ലോക്സഭയും രാജ്യസഭയും സെഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയില്ല? ഒരു ബില്ല് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നില്ല? എന്നിട്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത 5 വർഷം ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ കൊടുക്കുകയാണോ വേണ്ടത്? 6 മാസം കിട്ടിയിട്ട് അത് നടപ്പാക്കാതിരിക്കുന്നതിന് ജനങ്ങളോട് എന്തുകൊണ്ട് വിശദീകരണം? മറുപടി ചുരുക്കം വാക്കുകളിൽ മറുപടി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ആ സമയം ഇപ്പോൾ ചുരുങ്ങി 6 മാസത്തിനിടയിൽ സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു കേസിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് സാങ്കേതികമായുള്ള തടസ്സം മൂലം കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ കേസിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതായത് കേസിൽ വിശ്വാസികൾക്ക് എതിരായിട്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ നിയമം കൊണ്ടുവരും, ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ ഓർഡിനൻസ് ഇറക്കും, നിയമം കൊണ്ടുവരും എന്ന് കൃത്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. പിന്നെ ഇന്നിപ്പോ പ്രേരണകുമാരി മാറിയതുപോലെ നാളെയും സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്. ആ പരിഗണനയിൽ റിവ്യൂ പെറ്റീഷനിൽ ഞാനടക്കം വിശ്വാസികൾ കക്ഷി ചേർന്നിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ അത് ഓപ്പൺ കോടതിയിൽ കേൾക്കാൻ വേണ്ടി കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയെയും ജുഡീഷ്യറിയെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ വിധി അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി, നന്ദി ശ്രീ രാധാകൃഷ്ണനൊപ്പം ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീ A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിന്. ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്കായി പ്രൈം ഡിബേറ്റ് മുന്നോട്ട് വെച്ചത്. അതെ, പ്രധാന വിഷയമായി എന്ന് 36% പേർ അഭിപ്രായപ്പെടുമ്പോൾ പ്രധാന വിഷയമല്ല എന്ന് പറഞ്ഞത് 64% പേരാണ്. ഒരുപാട് പ്രേക്ഷകർ, നിരവധി പ്രേക്ഷകർ, 10,000-കണക്കിന് പ്രേക്ഷകർ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. അതിൽ 36% പേരും അഭിപ്രായപ്പെട്ടത് പ്രധാന വിഷയം ആകുമെന്നാണ്. 64% പേർ പറയുന്നത് ഇത് ചർച്ച ചെയ്യുന്ന വിഷയമല്ല എന്നാണ്. ഒരിക്കൽ കൂടി അതിഥികൾക്ക് നന്ദി. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.